ഹലോ കൂട്ടുകാരെ, അപ്പൊ ചക്ക ഇഷ്ടമുള്ളവരെല്ലാവരും വേഗം ചക്ക എടുത്തോളൂ കേട്ടോ. കറി വെക്കാം, ഒരു നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം കേട്ടോ. എനിക്കിത് അപ്പുറത്തുനിന്ന് ധന്യ തന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒത്തിരി മലയാളീസ് ഉണ്ട്. അപ്പൊ എല്ലാവരും നാട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും നാടൻ സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങോട്ടും കൊണ്ടുവന്ന് കൊടുക്കും, അവരാണെങ്കിൽ ഇങ്ങോട്ടും ഒക്കെ തരും കേട്ടോ. അപ്പൊ അങ്ങനെ ധന്യ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ചക്കയാണ്. അപ്പൊ ഞാൻ പുഴുക്കുണ്ടാക്കാൻ നോക്കിയപ്പോൾ അതിന് ഇത്തിരി മധുരം വന്നു തുടങ്ങി. അപ്പൊ പുഴുക്കുണ്ടാക്കി അത് രുചി ഉണ്ടാവില്ല. എന്നാൽ ഞാൻ ഓർത്തുന്ന ഒരു തോരൻ പോലെ വെക്കാമെന്ന് വിചാരിച്ച് ചക്ക കുനുകുനാന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, പിന്നെ എന്നതാ ചെറിയുള്ളി, അതാണ് ഇതിൽ മസ്റ്റ്. ചെറിയുള്ളി, 2-3 അല്ലി ഗാർലിക്കും, പിന്നെ വേപ്പില. അത് മറക്കരുത്, കാരണം വേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും ഈ തോരന് നല്ലൊരു രുചി കൂട്ടും, മണം ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ അതൊന്ന് വഴന്ന് ഒത്തിരി മൂത്ത് കഴിയുമ്പോഴത്തേക്കും, അധികം ഫ്രൈ പോലെ ആവരുത് കേട്ടോ. ഇത്തിരി മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണക്കമുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് ഫ്ലേക്സ് രൂപത്തിൽ സൂക്ഷിക്കുക ചെയ്യണേ. അപ്പം ഇങ്ങനെയുള്ള തോരൻ ഒലത്തിനൊക്കെ ഞാൻ ഇതാട്ടോ ചേർക്കണത്. പൊടി അധികം അങ്ങനെ യൂസ് ചെയ്യില്ല, മീൻകറിക്ക് മാത്രമേ പൊടി യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഇത് എരിവിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് അതും ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം ചക്ക അതിലേക്ക് തട്ടണം കേട്ടോ. തട്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. മഞ്ഞപ്പൊടി ഇടാൻ മറക്കരുത്. ഞാൻ ആദ്യം ഇട്ടില്ല, ആദ്യം ഇടാം, അല്ലെങ്കിൽ ഇപ്പോഴിട്ടാലും മതി കേട്ടോ ചക്ക ചേർക്കുമ്പോൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ച് കുറച്ച് നേരം വേഗം വേവും കേട്ടോ. ആവി ചെല്ലുമ്പോൾ തന്നെ ചക്ക വേന്തോളും. എന്നാലും നമ്മൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാനിത് അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. ഫ്രൈ പാനൊക്കെയാണ് അത്ര അടിക്കൊന്നും പിടിക്കില്ലായിരിക്കും. ആണെങ്കിൽ ഒരു ലേശം വെള്ളവും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി വീണ്ടും തട്ടിപ്പൊത്തി വെക്കുക കേട്ടോ, കവർ ചെയ്ത്. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് കുറച്ച് തേങ്ങാപ്പീര ആണെങ്കിൽ ഒരു ഫ്ലേവറാണല്ലോ തേങ്ങാപ്പീര ചേർക്കുമ്പോൾ. അപ്പം അതൊരു തോരൻ രൂപത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. നല്ല രുചിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒരു നല്ല കളറ്, പിന്നെ ഈ എന്താണ് ചില്ലി ഫ്ലേക്സിൻ്റെ കളറ്, പിന്നെ വേപ്പിലയുടെ കളറ്, ചക്കയുടെ കളറ് എല്ലാം കൂടി ആകുമ്പോഴത്തേക്കൊരു കളർഫുൾ തോരനാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് പോരട്ടെ കേട്ടോ. പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് നൽകണം കേട്ടോ. താങ്ക് യു.